വഖഫ് ഭേദഗതി ബില്ല് അതോടുകൂടി ആ ബില്ല് പാസ്സായതോടുകൂടി ആ നിയമം പാസ്സായതോടുകൂടി ആ സമരം വിജയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി തീർച്ചയായിട്ടും ഏതൊരു കേരളീയനെയും ആനന്ദതുന്തിരാക്കുന്നതാണ്. എന്നാൽ ഞങ്ങൾ ജയിച്ചതറിഞ്ഞില്ലേ എന്ന മുദ്രാവാക്യം ഈ വഖഫ് ഭേദഗതി ബില്ല് പാസ്സായ അന്ന് മുനമ്പത്ത് ഉയർത്തിയ ആളുകളുടെ അകതാരികളിൽ ഇരുട്ട് കയറുന്ന രീതിയിലുള്ള ചില സമീപനങ്ങൾ ചില ബഹുവന്യരായ സഭാപിതാക്കന്മാരുടെ സമീപത്ത് നിന്ന് ഉണ്ടാകുന്നത് അങ്ങേയറ്റം വേദനാജനകമാണ്. കാരണം BJPക്കുള്ള പിന്തുണ ഇവിടെ അഭംഗുരം തുടരുന്നതിലാണ് മുനമ്പൻ ജനതയുടെ ആത്യന്തികമായ വിമോചനം എന്ന നിലപാടിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതിരിക്കാനുള്ള ആ പ്രതിബദ്ധത പരിശുദ്ധരായ പിതാക്കന്മാർ വളരെ അചഞ്ചല ചിത്തരായി, വളരെ ദൃഢപാതരായി, അനുസ്യൂതം നിർബാധം അവിരാമം തുടരുക തന്നെ വേണം. ജാഗ്രതയോടെ ഇരിപ്പിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം, പുരുഷത്വം ധരിച്ച് ബലപ്പെടുവേൻ. കൊരിന്ത്യർ 16:13. ഈ അധ്യാപനത്താൽ പ്രചോദിതരായ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം മുനമ്പൻ ജനതയുടെ ആഗ്രഹാഭിലാഷങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കാനുള്ള ആ ശ്രമത്തിൽ BJPയെ ഏതോ തരത്തിൽ ചില സഭാപിതാക്കന്മാർ സംശയിക്കുന്നു എന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ചില സമര നായകന്മാർ തന്നെ സംശയിക്കുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവങ്ങൾ ഈ സന്തോഷത്തിന്റെ മേൽ കരിനിഴൽ വീഴ്ത്തുന്നതാണ്. ഒരു സമരനായകൻ ഒരു മീഡിയയ്ക്ക് കൊടുത്ത സംഭാഷണത്തിൽ, ഇന്റർവ്യൂവിൽ അയാൾ പറയുന്നു, മുനമ്പം ജനത കബളിപ്പിക്കപ്പെട്ടതായി ഞങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെടുകയാണ്. ഇങ്ങനെ സംശയിച്ചാൽ എന്ത് ചെയ്യും? അരി അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ അത് ചോറായിട്ട് വെന്ത് പാകപ്പെട്ട് മുന്നിലെത്തുന്നത് വരെ കുറച്ച് ക്ഷമയോടുകൂടി ഇരിക്കാൻ നമുക്ക് കഴിയണ്ടേ? ഈ വഖഫ് ഭേദഗതി ബില്ലിന് മുനമ്പം പ്രജാക്ഷേമ ബില്ല് എന്നല്ല പേര് എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംശയിക്കാമോ? BJPക്കല്ലാതെ നിങ്ങളുടെ ആഗ്രഹാഭിലാഷങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കാൻ, സഫലീകരിക്കാൻ, സാക്ഷാത്കരിക്കാൻ മറ്റാർക്കാണ് കഴിയുക? നിങ്ങൾ ആലോചിക്കണം. ഇത് കരുത്തനായ ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യം ഭരിക്കുന്നു. രാജ്യത്തോട് വേണ്ടത്ര കൂറില്ലാത്ത വൈതാളികരുടെ പ്രത്യയശാസ്ത്രങ്ങൾ തലയിലേറ്റിയ പല നേതാക്കന്മാരുമുള്ള പ്രതിപക്ഷ നിരകളിലെ പ്രതിഷേധങ്ങളൊന്നും വകവയ്ക്കാതെ ഈ ബില്ല് പാസാക്കിയെടുത്ത് അത് മുനമ്പത്ത് കൊണ്ടുവന്ന് നടപ്പിലാക്കി നിങ്ങളുടെ കണ്ണീരൊപ്പാൻ, നിങ്ങളുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ചു തരാൻ ഈ BJP ഇത്ര ആത്മാർത്ഥമായിട്ട് അഹോരാത്രം പാടുപെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെ നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ള ചില വാക്കുകൾ നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടുണ്ടോ? ഇത്തരുണത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, സബൂറാക്ക് 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 മോളെ എന്ന് പറഞ്ഞതുപോലെ ഒരു സബൂർ വേണം, ക്ഷമ വേണം. ഇവിടെ BJPയോടൊപ്പം വിശ്വസിച്ച് BJPയെ സംശയിക്കാതെ അവരുടെ കൂടെ നിന്ന ചില ആളുകളുണ്ട്. മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന, എന്ന മുസ്ലിം മുഖ്യധാര മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കാത്ത അഹമ്മദിയ ജമാഅത്ത്, അതുപോലെ ഇസ്മായിലി ബോറകൾ, അവർക്കൊക്കെ BJPയിൽ നിന്ന് അവര് ആഗ്രഹിക്കുന്നതിനപ്പുറവും കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ മുനമ്പൻ ജനതയെ മാത്രമായി, അല്ലെങ്കിൽ കത്തോലിക്ക സഭയെ മാത്രമായി BJP നിരാശരാക്കുമെന്ന് പ്രതീക്ഷിക്കാൻ യാതൊരു വകയുമില്ല. അതുകൊണ്ട് എപ്പോഴാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു, അല്ലെങ്കിൽ അമിത്ഷാജി, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മോദിജി വിളിക്കുന്നത് എന്ന് ഓർത്ത് നിങ്ങളുടെ കനവും നിലവും എല്ലാം കഴിച്ചുകൂട്ടാൻ കഴിയണം. കനവിലുപ്പാ വിളിക്കുന്നതും നിലച്ചുകൊണ്ടാ മയക്കം എന്ന് പറഞ്ഞതുപോലെ എപ്പോഴാണ് വില്ലേജ് ഓഫീസിലേക്ക് നിങ്ങൾ പൊയ്ക്കോ, കര അടച്ചോ
ഈ ബില്ല് വഖഫ് ബില്ല് പാസ്സായതിന്റെ അന്ന് ഓട്ടോറിക്ഷയായിട്ട് വൈപ്പിൻ മുനമ്പം ആ ഭാഗത്തേക്ക് ഓട്ടം പോയ ഒരു ഡ്രൈവറെ കണ്ടു. അപ്പൊ അയാളോട് ചോദിച്ചു എന്താ തിരിച്ചു വരാൻ വൈകിയത്. അപ്പൊ അയാൾ പറയാണ് അവിടെ മുനമ്പങ്കാര് വില്ലേജിലെ കര അടച്ച് രസീത് വാങ്ങിക്കുന്നതിന്റെ തിരക്കായത് കാരണം ഭയങ്കര ബ്ലോക്കായിരുന്നു. യഥാർത്ഥത്തിൽ അത് കുറച്ച് കൂടിപ്പോയി. അങ്ങനെ അന്ന് കര അടയ്ക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിലും അതിനുള്ള പാഥേയം, അതിനുള്ള സാഹചര്യം ബഹുമാനപ്പെട്ട BJP ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ പലർക്കും ചെയ്തു കൊടുത്തില്ല. ഇപ്പൊ ആശാ വർക്കർമാരുടെ സമരപന്തലിൽ എത്ര BJP നേതാക്കന്മാർ ചെന്നു. അപ്പൊ ദോഷേക തൃക്കുകൾ പറഞ്ഞു ഇത് വെറുതെ കപടമായ പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊടുക്കലാണ്. ആശാ വർക്കർമാർക്ക് മിനിമം 21,000 രൂപ ശമ്പളം കിട്ടിയാൽ മതി എന്നുള്ളതാണ്. പക്ഷെ അതിലൊക്കെ എത്രയോ കൂടുതൽ കൊടുക്കാനുള്ള ഏർപ്പാടുകളാണ് അവിടെ ചെന്ന BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ മുനമ്പങ്കാര്യം അവർ ഒരിക്കലും വെറുതെയാക്കൂല. അതുപോലെ തന്നെ സ്വിസ് ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ഭാരതീയരുടെ കള്ളപ്പണമൊക്കെ ഭാരതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന നമ്മുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടുകളിൽ 15 ലക്ഷം വീതം എത്തിക്കുമെന്നുള്ള ആ വാഗ്ദാനം അത് വളരെ അയജ്ഞ ലളിതമായി നടപ്പിലാക്കിയ ഒറ്റ ഉദാഹരണം മാത്രം നോക്കിയ മുനമ്പത്തുള്ള ആർക്കാണ് ആശങ്കയുടെ സംശയത്തിന്റെ നേരിയ ഒരു കണിക പോലും ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരെ നന്നാക്കുക എന്നുള്ളത് അത് മുനമ്പത്ത് വന്ന് അവർക്ക് എപ്പോഴും നിൽക്കാൻ പറ്റുമോ? അവർക്ക് അവിടെ നിന്ന് അങ്ങേ അറ്റത്തുനിന്ന് ഒരു മൂലക്കേ നിങ്ങൾ നന്നാക്കി വരണ്ടേ? ഒറീസയിലെ കണ്ടമാലില്, അതുപോലെ മണിപ്പൂരില്, ഹരിയാനയില്, ഛത്തീസ്ഗഡില്, ഇപ്പൊ ജബൽപൂരില്, അവിടെയൊക്കെ ഒരുപാട് മോചനം, ഒരുപാട് രക്ഷ, ഒരുപാട് സമാധാനം കത്തോലിക്കർക്ക്, മറ്റ് ദൈവമക്കൾക്ക് BJP ഓശാരമായിട്ട് നൽകി. അവര് സമയത്തിന് മുനമ്പത്തെത്തും, അതുവരെ ക്ഷമിക്ക്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും BJPക്കാരുടെ മനസ്സ് തളർത്തുന്ന രീതിയിലുള്ള സമീപനങ്ങൾ BJPയുടെ കനിവിന്റെയും കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഗുണഭോക്താക്കളാകുന്ന ആളുകളിൽ നിന്നും ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ആകെപ്പാട് ചെയ്യാനുള്ളത്. BJPക്കാരിങ്ങനെ ആ കിരൺ റിച്ചു ഇവിടെ വന്നപ്പോഴേക്ക് ഓടി ചെന്നിട്ട് ചോദിക്കുവാണ്, അപ്പൊ ഞങ്ങൾക്ക് നാളെ കര അടച്ച രസീത് കിട്ടൂല. അങ്ങനെ ചോദിക്കരുത്. ആക്രാന്തം വേണ്ട, വിളമ്പിത്തരാം. അത് അവര് ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന അതിൻ്റെതായ ഒരു മുൻഗണനാക്രമം, ഒരു ക്രമാനുഗതിത്വം അതിനുണ്ടല്ലോ. അത് പാലിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അവര് നടത്തുന്ന ചില പ്രസ്താവനകൾ, ഇപ്പൊ ഉദാഹരണത്തിന് വഖഫ് ഭേദഗതി ബില്ല് അത് പാസ്സായതിലൂടെ മാത്രം മുനമ്പൻ ജനതയുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല എന്ന് മന്ത്രി പറഞ്ഞു എന്നുള്ളതാണ് മുനമ്പൻ ജനതയിൽ ആശങ്കയുണ്ടാക്കിയത്. അത് അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ വായിക്കേണ്ട പോലെ വായിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഈ മുസ്ലിങ്ങളെ പോലെ തന്നെ തുടങ്ങി എന്ത് ചെയ്യും? BJPയും RSSും മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നത് വായിച്ചെടുക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കുന്നില്ല. അതാണ് മുസ്ലിങ്ങളുടെ പരാജയം. നിങ്ങളും അങ്ങനെ ആവരുത്. അത് കൃത്യമായിട്ട് നിങ്ങൾ ബുദ്ധിയുള്ളവരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്. മുസ്ലിങ്ങളെ പോലെ ഇങ്ങനെ വികാര ജീവികളോ അല്ലെങ്കിൽ ആചരണക്കുള്ള ആളുകളോ അല്ല. വളരെ അവധാനതയോടുകൂടി സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായിട്ടുള്ള കാര്യങ്ങളെ വായിച്ചെടുക്കാൻ കെൽപ്പുള്ളവരല്ലേ. അപ്പൊ അതുകൊണ്ട് BJPയുടെ പിന്നിൽ വളരെ ശക്തമായിട്ട് ഉറച്ചു നിൽക്കുക. KCBCക്ക് അല്ലെങ്കിൽ കാത്തലിക് ബിഷപ്പ് കൗൺസിലിന്റെ പാർലമെന്റിൽ രാജ്യസഭയിൽ ഒരൊറ്റ MP പോലും ഇല്ലെങ്കിലും ബഹുമാനപ്പെട്ട പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ആശീർവാദത്തോടുകൂടി, ധാർമ്മികമായ പിന്തുണയോടുകൂടി, ആത്മീയമായ പിന്തുണയോടുകൂടി വഖഫ് ബില്ല് പാർലമെന്റിൽ വിജയകരമായി പാസാക്കപ്പെട്ടില്ലേ? അത് നിങ്ങളെ ഉദ്ദേശിച്ചാണ്. ആത്യന്തികമായി മുനമ്പൻ ജനതയുടെ, കത്തോലിക്ക സഭയിലെ ദൈവമക്കളുടെ വിമോചനം ഉദ്ദേശിച്ചാണ് അത് പാസാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ വഖഫ് മുതലുകളുടെ ഗുണഭോക്താക്കളാകാൻ കഴിയാത്ത മുസ്ലിങ്ങളിലെ അധസ്ഥിതരായ ആളുകളുടെ വിമോചനവും കൂടി അതിന്റെ കൂടെ ഉണ്ടാകും.
അപ്പൊ അതിന് ബൃഹത്തായ ഒരു പദ്ധതിയാണ്. അതിന്റെ പ്രയോഗവൽക്കരണത്തിന് വളരെ ആലോചനയും അതുപോലെ അതിന്റെ ചട്ടങ്ങൾ തയ്യാറാക്കലും ഒക്കെ വേണ്ടിവരും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പേരിൽ ഇനിയും നമ്മൾ കിടന്ന് കരഞ്ഞ് ഇവിടെ ധ്രുവീകരണം ശക്തിപ്പെടുത്തുന്ന രീതിയിൽ യാതൊന്നും ആരും പറയാതിരിക്കുക. നമ്മൾ എന്തിനാ വെറുതെ അനാവശ്യമായ കാലുഷ്യങ്ങൾ സാമൂഹിക രംഗത്തുണ്ടാക്കുന്നത്? നമ്മുടെ പൂന്താനം പറഞ്ഞില്ലേ, കൂടെയല്ല ജനിക്കുന്ന നേരത്തും കൂടെയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനൊന്നാ വൃഥ. ഇങ്ങനെ എത്രയെത്ര കവികളുടെ, ദാർശനികരുടെ, ചിന്തകന്മാരുടെ അധ്യാപനങ്ങൾ നമ്മെ നിയന്ത്രിക്കുന്ന, നമ്മെ പ്രചോദിപ്പിക്കുന്ന വാക്യങ്ങളായിട്ട് നമുക്ക് ഓർക്കാനും ഉദ്ധരിക്കാനുമുണ്ട്. അതിനാൽ BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ വഖഫ് ബില്ല് മുനമ്പം ജനതയ്ക്ക് ഗുണകരമായ തരത്തിൽ പാസാക്കുന്നതിന്, നടപ്പിലാക്കുന്നതിന് അവർക്ക് യാതൊരു തടസ്സവുമില്ല. BJP-ക്ക് മാത്രമേ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഫെഡറൽ സംവിധാനത്തെ തകർക്കുകയാണ്, സംസ്ഥാനത്തിന്റെ അധികാരത്തിൽ കൈയിട്ട് വാരുകയാണ് എന്നുള്ള ആക്രോശങ്ങളൊന്നും വകവയ്ക്കാതെ വളരെ കരുത്തുറ്റ, വളരെ ദൃഢതയുള്ള, വളരെ ശക്തരായ ഇന്നത്തെ കേന്ദ്ര സർക്കാരിന് മാത്രമേ ഈ മുനമ്പം ജനതയുടെ വിമോചനത്തിന്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളൊന്നാലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിൽപ്പെട്ട ആലോചനക്കുറവുള്ള ചില ആളുകൾ പറയുന്നുണ്ട്, ഇത് കേരള സർക്കാരാണ് പരിഹരിച്ചു തരേണ്ടത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ BJP-യുടെ ഇക്കാര്യത്തിലുള്ള വീര്യം ചോർന്നു പോകും. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇവിടെ കേരള സർക്കാർ അത് പ്രീണനത്തിന്റെ സർക്കാരല്ലേ. BJP-യെ സംബന്ധിച്ചിടത്തോളം ആരെയും പ്രീണിപ്പിക്കാത്ത, എല്ലാവർക്കും നിരുപാധികമായ നീതി നൽകുന്ന ഒരു പാർട്ടിയാണ്, ഒരു സർക്കാരാണ് BJP-യുടെ സർക്കാർ. കേരള സർക്കാർ എങ്ങനെയാണോ? ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ലേ. അത് ഒരുപാട് ദൗർബല്യങ്ങളുണ്ട്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് തന്നെ ഒരു വൈതാളിക പ്രത്യയശാസ്ത്രമാണ്. അവരുടെ പാർട്ടി, അവരുടെ സർക്കാർ ന്യൂനപക്ഷങ്ങളെ അവിഹിതമായിട്ട് പ്രീണിപ്പിക്കുന്ന സർക്കാരല്ലേ. അവർക്ക് മുനമ്പം പ്രശ്നം പരിഹരിക്കണമെങ്കിൽ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വഖഫ് ബോർഡിനെ പ്രീണിപ്പിക്കണം, മുസ്ലിം സംഘടനകളെ പ്രീണിപ്പിക്കണം, അതുപോലെ ഫാറൂഖ് കോളേജിനെ പ്രീണിപ്പിക്കണം. കേന്ദ്ര സർക്കാരിന് ഇത് വല്ലതും പരിഹരിക്കാനുണ്ടോ? ഇത് വല്ലതും നോക്കാനുണ്ടോ? ആരെങ്കിലും പ്രീണിപ്പിക്കേണ്ടതുണ്ടോ? ഇവരോടെല്ലാവരുടെ പോടാ പുല്ലെന്ന് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അചഞ്ചല ചിത്തരായി, ദൃഢപാദരായി BJP-യോടൊപ്പം, കേന്ദ്ര സർക്കാരിനോടൊപ്പം നിലയുറപ്പിക്കുക. സംശയങ്ങളുടെ, ആശങ്കകളുടെ എല്ലാ മാറാണ്ടുകളും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് നിങ്ങൾ നീക്കം ചെയ്യുക. നാളത്തെ പ്രഭാതം നിങ്ങളുടേതാണ്. അരുണോദയം ആസന്നമാണ്. ആ പുലരിക്കായി പ്രത്യാശയോടുകൂടി എല്ലാവരും കാത്തിരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്.